കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി മലയാളിയുടെ കേരളത്തിന്റെ പ്രിയപ്പെട്ട ചാനലായി തുടരാൻ കഴിയുന്നതും ഇതുകൊണ്ട് തന്നെയായിരിക്കാം. Entertainment industry is passing through a major challenges, major changes. അത് ടെലിവിഷൻ ആയാലും സിനിമ ആയാലും OTT ആയാലും നിരവധി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ടെക്നോളജിക്കൽ ചേഞ്ചസ്, VFX, അനിമേഷൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സ്ട്രീമിംഗ് തുടങ്ങിയ നിരവധി മാറ്റങ്ങളും ഈ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടെലിവിഷൻ സിനിമയെ ചാലഞ്ച് ചെയ്തു എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. അതുപോലെ OTT ടെലിവിഷനെ ചാലഞ്ച് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ഒരു ലേറ്റസ്റ്റ് സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ലോസ് ആഞ്ചൽസ് നിങ്ങൾ കണ്ടു സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് യൂണിയൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇംപ്ലിമെന്റ് ചെയ്തതിന് 2 മാസമായിട്ട് സമരത്തിലാണ്. അത് ഈ അവസരത്തിൽ ഓർക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. VFX ആയാലും അനിമേഷൻ ആയാലും സ്ട്രീമിംഗ് ആയാലും മാറ്റങ്ങളുടെ ഒരു നീണ്ട തുടക്കം തന്നെ ഉണ്ടെന്ന് നമുക്ക് ഇവിടെ പറയാം. പക്ഷെ ഈ മാറ്റങ്ങളുടെ ഇടയിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കണ്ടന്റ് ഈസ് കിങ്. കണ്ടന്റ് ഈസ് ഗോയിങ് ടു ബി ദ കിങ്. ഏഷ്യാനെറ്റിന്റെ വിദ്യാരഹസ്യം ഇത് തന്നെയാണ്. എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായാലും ബിഗ് ബോസ് പോലുള്ള ലോക നിലവാരമുള്ള മെഗാ ഷോസ് ഞങ്ങൾ എന്നും പ്രേക്ഷകരിലെത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. മുമ്പ് പറഞ്ഞതുപോലെ ഏഷ്യാനെറ്റിന്റെ ഈ യാത്രയിൽ ശ്രീ മോഹൻലാൽ, നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ, ഞങ്ങളുടെ സഹയാത്രികനായിരുന്നു കഴിഞ്ഞ 30 വർഷം. ഒരു പക്ഷേ വേണമെങ്കിൽ പറയാം, ഞങ്ങൾ 2 പേരും ഒരുപോലെ ഗ്രോ ചെയ്യായിരുന്നു, ഏഷ്യാനെറ്റും ലാലേട്ടനും കഴിഞ്ഞ 30 വർഷം. ബിഗ് ബോസ് മലയാളം ലോക നിലവാരമുള്ള ഒരു ഷോ ആയി മാറിയിരിക്കുന്നു. അതിന്റെ ഒരു പ്രധാന കാരണം കൂടെ ശ്രീ മോഹൻലാലിന്റെ ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കാം. ഒരു ബ്രദറിനെ പോലെ, ഒരു ടീച്ചറിനെ പോലെ, ഒരു മെന്ററിനെ പോലെ നിങ്ങളെ കൂടെ എന്ത് കഴിഞ്ഞ 100 ദിവസം അത് ലാലേട്ടന് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. എല്ലാ പാർട്ടിസിപ്പൻസിനും കൂടാതെ ഫൈനലിസ്റ്റും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. നിങ്ങളുടെ ജീവിതം ഇവിടെ വെച്ച് തുടങ്ങുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാ ഫ്യൂച്ചർ എൻഡേഴ്സിനും ഭാവുകങ്ങളും അഭിനന്ദനങ്ങളും അറിയിച്ചത്. നന്ദി, നമസ്കാരം. അടുത്തതായി ഡോക്ടർ റോയ് ശ്രീജി, ഫൗണ്ടർ ആൻഡ് ചെയർമാൻ കോൺഫിഡൻസ് ഗ്രൂപ്പ്. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഡോക്ടർ റോയ് ഈ ഏഷ്യാനെറ്റിൻ്റെ ഈ പറഞ്ഞ പോലെ ഒരു കുടുംബം സുഹൃത്താണ്. ബിഗ് ബോസ് ഷോയുടെ എല്ലാമാണ്. ബിഗ് ബോസ് ഷോ തുടങ്ങുന്ന മുതൽ ഇതുവരെ എല്ലാ സപ്പോർട്ടും ഷോ ഉണ്ടെങ്കിലും ഡോക്ടർ റോയ് ഞങ്ങളുണ്ട്. സ്റ്റാർ സിംഗർ ആണെങ്കിലും ബിഗ് ബോസ് ആണെങ്കിലും വലിയൊരു ഫ്ലാറ്റുമായിട്ട് ഞങ്ങൾ കൂടെ. ഈ സീസൺ വിന്നറിന്റെ പ്രൈസ് കൊടുക്കുന്നു മിസ്റ്റർ റോയ് ആണ്, 50 lakhs rupees. ഒരുപാട് സ്നേഹത്തോടെ ഒരു ബ്രദറിനെ പോലെയാണ് ഞങ്ങൾക്കൊക്കെ. ഒരുപാട് നന്ദി, ഒരുപാട് പ്രാർത്ഥന. All the best. Insha all the best. Good evening, Lalit. You're like my own brother. I mean more than that. And ഈ ഷോ ഒരു അമേസിംഗ് ഷോ ആണ്. ഞാൻ ലോകത്തിൽ എവിടെ ഉണ്ടെങ്കിലും ഈ ഷോ കാണാറുണ്ട്. അറ്റ്ലീസ്റ്റ് റിപ്പീറ്റ് ടെലികാസ്റ്റ്. It is such a beautiful show and it's Big Boss, big scale and everything is big. And the participants are so confident that they're amazing. So today I do not know whether it's Akhil is going to win or Renisha is going to win, but I think the program is the winner and each of the participant is a winner. Inna Madhavanji, you are like a Bhishma Pitama, you look pretty young but you are such an amazing person. ആദ്യത്തെ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ തുടക്കം തൊട്ടിട്ട് അങ്ങയുടെ ബ്ലെസ്സിങ്സ് ഞങ്ങളുടെ കൂടെ ഉണ്ട്, അത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. So with this short thing, let me give back the mic to the next. Okay. Now let me welcome Mr. Shashank Srivastava, Senior Executive Officer, Marketing and Sales, Maruti Suzuki India Limited, onto this floor. Good evening, everyone. First of all, I would like to extend my warm greetings to all the viewers of Asianet and Big Boss. And we at Maruti Suzuki, I'm actually very happy to be here today. Maruti Suzuki has been associated with Big Boss for some time and we are really happy about it.
because Big Boss is a very successful show. I'm told it's the most successful show in its genre. So I must congratulate the management of Asianet and the entire production team from Big Boss. Round of applause for them, definitely. And today, of course, I am even more happy because I'm sharing the stage with Padam Shri, Padam Bhushan, Mohanlal ji, and he's an inspiration and hero for most of us, if not all of us. So it's a pleasure for me to be here with you today, sir. And of course, the real heroes are all the participants, and I think they have a big round of applause for all of them because they have shown determination, grit. They have really been very entertaining, at the same time inspirational as well. And all of them are winners. But today we are going to select one of them. And from Maruti Suzuki, I'm very happy to announce that the winner of the show will get our latest, the great looking, great performing SUV, the Fronx. So all the best to both of you. Thank you. ബിഗ് ബോസ് മലയാളം സീസൺ 5 ട്രോഫി ആര് കൊണ്ടുപോകും എന്നതിന് ഉത്തരം ജനങ്ങൾ നൽകി കഴിഞ്ഞിരിക്കുന്നു. ആരായിരിക്കും പ്രേക്ഷകർ കണ്ടെത്തിയ വിജയി? And the winner is വിന്നറിന് 50 ലക്ഷത്തിന്റെ ചെക്ക് നൽകുന്നതിനായി ഡോക്ടർ റോയ് CJ, കോൺഫിഡന്റ് ഗ്രൂപ്പ് ഫൗണ്ടർ ആൻഡ് ചെയർമാൻ. വിജയിക്ക് സമ്മാനമായി ലഭിക്കുന്ന നെക്സ ഫ്രോങ്സ് കാറിന്റെ കീ കൈമാറുന്നതിനായി മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് സീനിയർ എക്സിക്യൂട്ടീവ് ഓഫീസർ മിസ്റ്റർ ശശാന്ത് ശ്രീവാസൻ. ഒരായിരം നന്ദിയും സ്നേഹവും. ഈ അവസരത്തിൽ പറയാനുള്ളത് എഴുത്തച്ഛൻ്റെ പഴയ 4 വരികളാണ്. മുഖങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലും വേഗേന നഷ്ടമോ ആയുസ് മൂർക്കമീ ചക്ഷുശ്രവണകളസ്തമം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുമ്പോൾ കലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. പൊതുവെ സ്വഭാവം കൊണ്ട് അഹങ്കാരിയായ ഞാൻ നേട്ടങ്ങൾ കൊണ്ട് ഒരിക്കലും അഹങ്കാരിയായി മാറരുതേ എന്ന പ്രാർത്ഥന മാത്രം. ഓരോ നേട്ടത്തിലും എൻ്റെ അച്ഛനോടും അമ്മയോടും എൻ്റെ കുടുംബത്തോടും അതിലുപരി എന്നെ മനസ്സിലാക്കിയ എൻ്റെ സുഹൃത്തുക്കളോടും അവർ ഇവിടെ ഉണ്ട്. അവർക്കുള്ളതാണ് ഈ ട്രോഫി. അവരാണ് എന്നെ ഈ ട്രോഫിയിലേക്ക് എത്തിച്ചത്. ഞാൻ എന്നെ മനസ്സിലാക്കിയപ്പോൾ ആരും എന്നെ മനസ്സിലാക്കാതിരുന്നൊരു കാലത്ത് എന്നെ മനസ്സിലാക്കിയ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ ഈ ട്രോഫി സമ്മാനിക്കുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന മലയാളി പ്രേക്ഷകർ, ഏഷ്യാനെറ്റിൻ്റെ പ്രേക്ഷകർ, ബിഗ് ബോസിൻ്റെ പ്രേക്ഷകർ, അവർക്ക് ഈ അവസരത്തിൽ എൻ്റെ ഹൃദയത്തിൽ നിന്നും എല്ലാ അർത്ഥത്തിലും 1000 നന്ദി അറിയിക്കുകയാണ്. ആത്യന്തികമായി ഇത് ബിഗ് ബോസിൻ്റെ പ്രേക്ഷകരുടെ ഗിഫ്റ്റ് മാത്രമാണ്. എനിക്ക് ലഭിച്ചൊരു വലിയ ഗിഫ്റ്റാണിത്. അല്ലാതെ എനിക്കുണ്ടായ ഫാൻസൊന്നും എനിക്കുണ്ടായ ആർമിയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ ആർമിയും ഈ ഫാൻസും എല്ലാം തന്നെ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയ്ക്കും ഏഷ്യാനെറ്റ് എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെയുമാണ്
എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്നേഹം നിങ്ങൾ എനിക്കായി നൽകിയത് ഏഷ്യാനെറ്റിനും ബിഗ് ബോസ് എന്ന ഷോയ്ക്കും ഇത് ഹോസ്റ്റ് ചെയ്യുന്ന മോഹൻലാൽ എന്ന അതുല്യ പ്രതിഭയ്ക്കും നൽകിയ സ്നേഹത്തിൻ്റെ ഒരു പങ്ക് എനിക്ക് ഈ ട്രോഫിയിലൂടെ വിജയിച്ചിരിക്കുകയാണ്. നിങ്ങളെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ സന്തോഷിപ്പിക്കാൻ ബിഗ് ബോസിൻ്റെ സീസൺ 5 ഒരു കണ്ടസ്റ്റൻ്റ് നിലയിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറെ അഭിമാനം. എനിക്ക് അതിന് കഴിയാനുള്ള പ്രധാനപ്പെട്ട കാരണം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആ 20 പേരാണ്. ഞാൻ ഉൾപ്പെടുന്ന 21 പേരാണ്. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഓരോ വഴക്കിലും എനിക്ക് അതിനനുസരിച്ചിട്ടുള്ള മറുപടി നൽകിയ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്ക് കൂടി ഈ ട്രോഫിയിൽ എൻ്റെ ഈ നേട്ടത്തിൽ അവരെല്ലാവരും അഭിമാനിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം എനിക്ക് ആക്ച്വലി സാധാരണ സംസാരിക്കുമ്പോൾ വാക്കുകൾ ഇങ്ങനെ അനർഗളമായി വരുന്നതാണ്. ഇപ്പോൾ ഈ മൊമെൻറ്റിൽ എനിക്ക് ഒരുപാടൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. ദൈവത്തോടും കൊട്ടാരക്കര മഹാഗണപതിയോട് 1000 നന്ദി അറിയിക്കുകയാണ്. അതിലുപരി ബാക്കി എല്ലാവർക്കും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ലാലേട്ടനെ ഹഗ് ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. എല്ലാവർക്കും 1000 നന്ദി. താങ്ക് യു. ഈ ബിഗ് ബോസ് മലയാളം സീസൺ 5 ബെസ്റ്റ് റണ്ണറപ്പായ റിനീഷയ്ക്ക് മൈജി നൽകുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചർ കൈമാറുകയാണ്. അതിനായി മിസ്റ്റർ അനീഷ് ഷിയ, ചീഫ് ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസർ മൈജി, ഗിഫ്റ്റ് കിട്ടുന്നതിന് മുമ്പ് അനീഷയ്ക്ക് എന്താ പറയാനുള്ളത്? സാർ, ഒരുപാട് സന്തോഷം. ഏഷ്യനെറ്റിലെ സീതാ കല്യാണം എന്ന സീരിയലിലൂടെയാണ് ഞാൻ സീരിയൽ ഇൻഡസ്ട്രിയിലോട്ട് വരുന്നത്. ഇപ്പോഴും ഒരുപാട് മലയാളികൾ എന്നെ കാണുമ്പോൾ സീതാ കല്യാണത്തിലെ സ്വാതി എന്ന പേരിലാണ് എന്നെ അറിയപ്പെടുന്നത്. സോ അതിലൊരുപാട് സന്തോഷം. അതിനുശേഷം ബിഗ് ബോസ് പോലുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റി, വലിയൊരു പ്ലാറ്റ്ഫോം തന്ന ഏഷ്യനെറ്റിനോടാണ് ഞാൻ ആദ്യം കടപ്പെട്ടിരിക്കുന്നത്. ആൻഡ് എൻ്റെ മോൾ ഷൈനിൽ അങ്ങനെ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. ആൻഡ് എല്ലാ ആഴ്ചയും ഞങ്ങളെ കാണാൻ വന്ന് ഞങ്ങളെ സ്നേഹിക്കുകയും ശാസിക്കുകയും ചെയ്തിരുന്ന നമ്മുടെ ബിഗ് ബോസിൻ്റെ നെടുന്തൂണായ ലാൽ സർ, താങ്ക് യു സോ മച്ച്. പിന്നെ എൻ്റെ കുടുംബം, വീട്ടുകാർ, നാട്ടുകാർ, പിന്നെ അതുപോലെ എന്നെ വോട്ട് ചെയ്ത് ഇതുവരെ എത്തിച്ച ഒരുപാട് ജനങ്ങൾ ഞാൻ എന്ന വ്യക്തിയെ ഇഷ്ടപ്പെട്ട് ആ ഒരു സ്നേഹം വോട്ടിലൂടെ തന്ന് 100 ദിവസം ഈ ബിഗ് ബോസിൽ നിലനിർത്തിയ ഓരോ വോട്ട് ചെയ്ത പ്രേക്ഷകരോടും നന്ദിയും കടപ്പാടും ഞാൻ അറിയിച്ചുകൊള്ളാണ്. താങ്ക് യു സോ മച്ച്. ആൻഡ് ഈശ്വരനോട് ഒരുപാട് നന്ദി. ആൻഡ് വേദിയിൽ നിൽക്കുന്ന എല്ലാവരോടും താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബിഗ് ബോസ് മലയാളം സീസൺ 5 സംഭവ ബഹുലമായ 100 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ ഒരു വിജയെ ഇന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. അങ്ങേയറ്റം ആഹ്ലാദവും അഭിമാനവും നിറഞ്ഞ ഈ അസുലഭ അവസരത്തിൽ ചില നന്ദി പറച്ചിലുകൾ അനിവാര്യമാണ്. ബിഗ് ബോസ് മലയാളത്തിൻ്റെ ആദ്യ സീസൺ മുതൽ നിസ്സീമമായ പിന്തുണകൾ നിരന്തരം നൽകുന്ന പ്രേക്ഷകർക്ക് ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു. ഒപ്പം ഈ സീസൺ വിജയകരമാക്കാൻ രാപ്പകലുകളില്ലാതെ അക്ഷീണം പ്രയത്നിച്ച ഇതിൻ്റെ അണിയറ പ്രവർത്തകരോടും പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. പിരിയുന്നത് തൽക്കാലത്തേക്കാണ്. അടുത്ത വരവിനായി ആർ യു റെഡി?